ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഉഴുന്നുവടയ്ക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു തക്കാളി ചട്നി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മളതിനുവേണ്ടി 2-3 തക്കാളിയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും ഒരു സവോളയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അതിലിട്ട് ഒന്ന് നിറം മാറി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വരണ്ട് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ചിട്ടണം. ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തൊന്ന് വേവിക്കുക. അത്യാവശ്യം നമ്മുടെ തക്കാളിയൊക്കെ ഉണങ്ങി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരം വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തക്കാളി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണേ. പിന്നെ നമ്മുടെ വേവിച്ച തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് പതിയെ പ്രസ് ചെയ്ത് അത്യാവശ്യം ഒരു മയത്തിലൊന്ന് അരച്ചെടുക്കണം. ഒത്തിരി അരഞ്ഞു പോകരുത്. ഇനി നമ്മളൊരു പാത്രം അടുപ്പ് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി അതിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണേ. അപ്പം നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.